ശ്രീപെരുമ്പത്തൂരിലെ രാജീവ് ഗാന്ധി സ്മാരകം കണ്ടാൽ ആരും മറക്കാത്ത നാമമാണ് അതിൻ്റെ ശില്പിയായ പ്രൊഫസർ KT രവീന്ദ്രൻ്റേത്. 40ഓളം രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് എല്ലാ തരത്തിലുമുള്ള നിർമ്മാണ ശൈലികളെ പരിചയപ്പെട്ട പ്രൊഫസർ രവീന്ദ്രൻ ലോകത്തിലെ തന്നെ മികച്ച ആർക്കിടെക്റ്റുകളിൽ ഒരാളാണ്. ചെന്നൈയിലെ AC കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം പ്രൊഫസർ രവീന്ദ്രൻ പോയത് ഇറാനിലേക്കാണ്. അവിടുത്തെ പൗരാണിക നഗരങ്ങളായ ഡെസ്പുൾ, ആൻറ്റിമിഷ്ക് എന്നിവിടങ്ങളിൽ 2 വർഷത്തോളം ജോലി ചെയ്തു. ലോകത്തിലെ എല്ലാ പ്രമുഖ നിർമ്മാണങ്ങളെയും അദ്ദേഹം അടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇറാൻ വളരെ സിവിലൈസ്ഡ്, വളരെ ഹൈ ലെവലിലുള്ളൊരു സിവിലൈസ്ഡ് കൺട്രിയാണ്. അവിടെ പോയി അത് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നമുക്കതിനെ കൂടുതൽ അതിൻ്റെ റെക്കഗ്നിഷൻ വരികയാണ്. അവരുടെ ബിഹേവിയറിൽ തന്നെ ഇത്രയും പൊലൈറ്റായിട്ടും ഇത്രയും അവരുടെ ഗ്രേസോടുകൂടിയും ബിഹേവ് ചെയ്യുന്ന വേറൊരു ആൾക്കാരുണ്ടാവില്ല. ഇറാനിയൻസ് റിയലി വെരി സിവിലൈസ്ഡ് പീപ്പിൾ. അപ്പോൾ അത് അങ്ങനത്തെ ആളുടെ നടുവിൽ നമ്മൾ പോയി ജീവിക്കുക, അവരുടെ ആ നാട്ടിൽ പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള പല അവസരങ്ങളാണ് തരുന്നത്. ആർക്കിടെക്റ്റായിട്ടും urban ഡിസൈനറായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഈ ഹൈ കൾച്ചറുമായിട്ടുള്ള ഇടപഴകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണത്. അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനുഷ്യനായിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകാം. മട്ടാഞ്ചേരിയുടെയും ദില്ലിയിലെ നിസാമുദ്ദീൻ പ്രദേശത്തിൻ്റെയും തനിമ നിലനിർത്തി സംരക്ഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയത് പ്രൊഫസർ രവീന്ദ്രനെയാണ്. ആഫ്രിക്കയിൽ അദ്ദേഹം ചെലവഴിച്ചത് 2 വർഷം. കൊൽക്കത്ത നഗരവും അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയെ തന്നെ എടുത്തു നോക്കിയാൽ അതിങ്ങനെ മ്യൂസിയം അത് പ്രിസർവ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇറ്റ്സ് എ ലിവിങ് സിറ്റി. അപ്പോൾ അവിടെയുള്ള ജനങ്ങളും അവിടെയുള്ള കെട്ടിടങ്ങളും തമ്മിൽ ഒരു സ്നേഹബന്ധം ഉണ്ടാക്കുക, അതാണ് ശരിയായ കോൺസർവേഷൻ. കെട്ടിടങ്ങൾക്ക് ആത്മാവുണ്ടാവണമെന്നാണ് തലശ്ശേരി സ്വദേശിയായ പ്രൊഫസർ രവീന്ദ്രൻ്റെ നിലപാട്. നിരവധിയായ സംഘടനകളുടെ ചുമതല വഹിച്ചിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ ദില്ലിയിലാണ് സ്ഥിരതാമസം. കേരളത്തിൻ്റെ വികസനത്തിന് സാധ്യമായതെല്ലാം ചെയ്യാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു. ഏറെക്കാലം അധ്യാപന രംഗത്ത് പ്രവർത്തിച്ച അദ്ദേഹം ഇപ്പോഴും അധ്യാപകനായി പ്രവർത്തിക്കുകയാണ്. ക്യാമറാമാൻ ഷനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.